ദേശാഭിമാനി പത്രത്തിൽ വരുന്ന ലേഖനങ്ങളെക്കുറിച്ചോ ഉള്ളടക്കങ്ങളെക്കുറിച്ചോ മറ്റു മാധ്യമങ്ങൾക്ക് വിശദീകരണം നൽകേണ്ട ബാധ്യത പാർട്ടിക്കില്ലെന്ന് CPM നേതാവ് M സ്വരാജ്. KR അജയനെതിരെ നിലവിൽ അച്ചടക്ക നടപടികളൊന്നും എടുത്തിട്ടില്ല. സ്ഥാപനത്തിന്റെ അച്ചടക്കത്തിന് അനുസൃതമായ നടപടി വേണമെങ്കിൽ എടുക്കും, ഇല്ലെങ്കിൽ ഉണ്ടാകില്ല. അതിൽ മറ്റ് സ്ഥാപനങ്ങൾ ഇടപെടേണ്ടതില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതെ, ഞാൻ ചോദിക്കുന്നത് KR അജയന്റെ പേരിൽ നടപടി സ്വീകരിച്ചു എന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ ദേശാഭിമാനി പറയണം, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന KR അജയൻ പറയണം. ഇത് രണ്ടുമല്ലേ പറയേണ്ടത്? അവരാരെങ്കിലും നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ലാതാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ എന്നെ തിരുത്തൂ. അല്ല, അത് അടുത്തത് ഞാൻ പറയാം. നിങ്ങൾ ഈ ചോദിച്ച കാര്യത്തിന് നിങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കുമോ? മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടല്ലോ. നമ്മളെല്ലാം മാധ്യമ പ്രവർത്തകരാണല്ലോ അർത്ഥത്തിൽ. പറയട്ടെ, ഇല്ലല്ലോ. ആ കാര്യം വ്യക്തമാണല്ലോ. അപ്പോ ദേശാഭിമാനിയോ നിങ്ങൾ നടപടിക്ക് വിധേയനായി എന്ന് പറയുന്ന ആളോ ആ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോ നിങ്ങൾ ആരോപിക്കുകയാണ്, നിങ്ങളൊരു വാർത്ത ചെയ്യുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ദേശാഭിമാനിക്കകത്ത് ഞങ്ങളുടെ ദൈനംദിന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഏതെങ്കിലും ഒരു ജീവനക്കാരന്റെ പേരിൽ നടപടി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിൽ മറ്റു മാധ്യമങ്ങൾക്ക് എന്താ കാര്യം? അങ്ങനെ ഒരു നടപടി ഇപ്പൊ സ്വീകരിച്ചിട്ടില്ല. ഞാൻ ആ ചോദ്യത്തിന് മറുപടി കൂടി അവസാനിപ്പിക്കുന്നു. പക്ഷെ ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു നടപടിയിലേക്ക് ഒരു സ്ഥാപനം പോകുമ്പോൾ നിങ്ങളുടെ എത്ര പേരുടെ പേരിൽ നടപടി വന്നിട്ടുണ്ട് നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ? അതെന്താണ് നിങ്ങൾ വാർത്തയാക്കാത്തത്? ഏതൊക്കെ നടപടികൾ വന്നിട്ടുണ്ട്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാടകീയമായ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? എന്നെ കൊണ്ട് പറയിക്കണോ ഓരോ സംഭവം? ഞങ്ങൾ അറിയാത്തതാണെന്ന് കരുതരുത്. ഇതൊക്കെ നിങ്ങളിൽ നിന്ന് തന്നെ ഞങ്ങൾ അറിയുന്നുണ്ട്. പക്ഷേ ഓരോ സ്ഥാപനത്തിനും അതിൻ്റെതായ പ്രവർത്തന സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട് എന്നതുകൊണ്ട് ഞങ്ങൾ അതൊന്നും വാർത്തയാക്കാറില്ല. നിങ്ങൾ നാട് കടത്തിയിട്ടില്ലേ നിങ്ങളിൽ ചിലരെ?